എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ ഗെയിമിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഗെയിമിനെ കുറിച്ചാണ്. മൈൻക്രാഫ്റ്റാണ് ഈ കാർഡിൻ്റെ പേര്. എല്ലാവരും ചെറിയ തെറ്റൊക്കെ ഉണ്ടാകും, എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ബൈ ബൈ ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ ക്യാരക്ടറായ സ്റ്റീവിനെ കണ്ടു. അവൻ ചെറുപ്പത്തിൽ ഒരു മൈനിൽ പോകാൻ പോകുമ്പോൾ അവിടെ ചിൽഡ്രൻസിന് അലോഡല്ല. അതുകൊണ്ട് അവനെ ആ അപ്പൂപ്പൻ മുടിക്കോട്ടു. ഇപ്പോൾ വളർന്ന് വലുതായ സ്റ്റീവ് ഇപ്പോൾ തന്നെ ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വെറും ഒരു മടിയനായിരുന്നു കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ ആലോചിച്ച് നോക്കി. അവൻ ചെറുപ്പത്തിൽ കണ്ടുപിടിച്ച മൈൻ. അവൻ ഫുഡും വെച്ചല്ല ആ മൈന് പോലെ ഒരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവൻ ചെറുപ്പത്തിൽ പോയ അതേ സ്ഥലത്തിലേക്ക് അവൻ പോയി. അവിടേക്ക് പോയി. അവിടെ എത്തിയതും ആ അപ്പൂപ്പനെ അവൻ വീണ്ടും കണ്ടു. ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ, ഇവനിപ്പോൾ വലുതായി, ചിൽഡ്രൻസിനെ തന്നെ നോട്ടാലോട്ട്. അതുകൊണ്ട് അവൻ അതിശയിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയത് അവൻ ആ മൈനിനെ അങ്ങോട്ട് പൊട്ടിക്കാൻ നോക്കി. അപ്പോഴേക്കും ഒരു കാര്യം അവൻ കണ്ട് നെട്ടി. ആ ബ്ലൂ കളർ കാണുന്ന പേരാണ് ഓർബ്. പിന്നെ ആ വെള്ള കളർ ക്യൂ പോലെയുള്ളതാണ് എർത്ത് ഗസ്റ്റ്. ഇത് രണ്ടും അവൻ എടുത്തും കണ്ട് വെറുതെ ഒന്ന് യോജിപ്പിച്ച് നോക്കി. അപ്പോൾ തന്നെ വളരെ രീതിയിലൊരു ശക്തമായ ശക്തി അവിടെ പോയി. അത് കണ്ട് അവൻ മുമ്പുറത്ത് നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു ലാൻഡ് അവിടെ കണ്ടുമുട്ടി. അത് കണ്ട് അവൻ ഓടി അതിൻ്റെ ഉള്ളിലേക്ക് പോയതും ഒരു മൈൻക്രാഫ്റ്റിൻ്റെ രൂപത്തിലായിരുന്നു ആ ലോൺ. അതുകൊണ്ട് അവൻ അതിശയപ്പെട്ടു. അതിന് ശേഷം അവിടെ ഒരു പിങ്ക് കളർ ഷീപ്പിനെ കണ്ടു. അതിന് ശേഷം അവൻ അത് അത്ഭുതത്തോടെ നോക്കി. പിന്നെ അവിടെ ഒരു കൗവിനെ കണ്ടു. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ വീടും ആ പിങ്ക് കളർ കൗവിനെ വെച്ചിട്ടുള്ളതും. പിന്നെ രാത്രി അവൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ എന്തൊക്കെയോ സോംബികളെല്ലാം അവനെ ആക്രമിക്കാൻ വന്നു. ബട്ട് വാതിലുള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ പേടിച്ചിട്ട് ആലോചിച്ചു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെടില്ലല്ലോ. അതിന് ശേഷം അവനെ ഉറങ്ങുകയാണ് ശേഷം. രാവിലെ എണീറ്റതും അവിടെ ആരെയും കാണില്ല. അവൻ പുറത്തേക്ക് എണീച്ച് വരുമ്പോൾ ഒരു വൂൾഫിനെ കണ്ടു. ആ വൂൾഫാണെങ്കിൽ ദേഷ്യത്തോടെ ഇവനെ തിന്നാൻ പോയി. ബട്ട് ഇവൻ അവിടെ ഇരുന്ന് ഒരു എല്ല് കഷ്ണത്തിനെ എടുത്തുകൊണ്ട് അവൻ്റെ വായി കൊടുത്തു. അതിനുശേഷം നായിൻ്റെ ചുറ്റും ലവിൻ്റെ ചിഹ്നം വന്നു. അത് അവർ രണ്ടുപേരും ഫ്രണ്ടായി. പിന്നെ അവർ ഇഷ്ടം പോലെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇതൊരു സിറ്റിയാക്കി അവൻ മാറ്റി. ആ സിറ്റീൻ്റെ പേരാണ് സ്റ്റീവ്സ് വേൾഡ്. അങ്ങനെ പാണ്ടുകളുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, അതേപോലെ തന്നെ വൂൾഫിൻ്റെ കൂടെ കളിക്കുന്നു. അങ്ങനെ കുറേ പിന്നെയാണ് അവനൊരു റൂം കണ്ടെത്തിപ്പെടുന്നത്. ആ റൂം അവൻ പൂർത്തിയാക്കിയത് പിന്നെ അവിടെ ഒരു വാതിൽ കണ്ടെത്തിപ്പെടുന്നു. അതിനുള്ളിലേക്ക് സ്റ്റീവ് പോകാൻ പോകുന്നു. വൂൾഫ് ഓൾറെഡി പോയി. റൂമിൻ്റെ ഉള്ളിലേക്ക് പാട്ടി പോയതും അപ്പത്തിൻ്റെ സ്റ്റീവും പോയി. അവിടെ കുറേ പിഗ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം അവിടെ കൂട്ടത്തിലൊരു രാജാവിനെ കണ്ടു. അവൻ്റെ പേരാണ് മംഗ്ലോഷ്. അവൻ്റെ അടുത്തേക്ക് അവൻ പോയി. അതെ, പട്ടീനെ അവർ പിടിച്ചു വെച്ചു. മംഗ്ലോഷ് അവനാണ് ഈ പിഗ്ലീസിൻ്റെ ഏറ്റവും വലിയ കിങ്. അതിനുശേഷം അവനെ പൂട്ടിയിടാൻ അവൻ്റെ പ്രജകരുടെ അടുത്ത് പോയി പറഞ്ഞു. വൂൾഫിനെയും സ്റ്റീവിനെയും അവിടെ അടച്ചു വിട്ടു. അവനൊരു സിറ്റി കണ്ടു, മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സിറ്റി. സിറ്റി കണ്ടിട്ട് ഇവനെ കീഴടക്കണമെന്നാണ്. ഈ പിഗ്ലി ഉറുബം കിട്ടിയതിനു ശേഷം ഇവൻ ഈ സിറ്റി ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് കീഴടക്കും. അതിന് സമ്മതിക്കില്ല എന്ന് സ്റ്റീവ് എത്ര കഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവന് രക്ഷപ്പെടാൻ പറ്റിയേയില്ല, എത്ര കഷ്ടപ്പെട്ടാലും. അതിനുശേഷം അത് ഈ കാട്ടുന്നത് സ്റ്റീവായി ഇവനെടുത്തിട്ടും അതിനുശേഷം പിഗ്ലീസ് എല്ലാം കൂടി ആക്രമിക്കാൻ വരുന്നു. അതിനുശേഷം വൂൾഫിൻ്റെ കൊടുത്തതും അതിങ്ങനെ ഓടിയെങ്ങാണ്ട് വൂൾഫ് പോയി. അതിനുശേഷം വൂൾഫായി താഴെ ഇറങ്ങിയതിന് ശേഷം ഭൂമിയിൽ മൈൻക്രാഫ്റ്റ് എന്ന സ്ഥലത്തിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടുന്നു. പിഗ്ലീസ് ആണെങ്കിൽ അവൻ്റെ ബാക്കിൽ കൂടെ തന്നെ വരികയാണ്. ബട്ട് വൂൾഫിൻ്റെ ഹെഡ് ബാൻഡ് മാത്രം കിട്ടി. വൂൾഫിൻ്റെ ഒരു പേരുണ്ട്, ടെന്നീസ്. അതിനുശേഷം അവൻ ഭൂമിയിൽ എത്തിയതിന് ശേഷം സ്റ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷം കട്ടിലിൻ്റെ ഉള്ളിലാണ് അർബണും ആൻഡ് എർത്ത് സ്റ്റോൺ വെച്ചിരിക്കണം. അതിനുശേഷം അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. നമ്മൾ തന്നെ ടെന്നീസ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണ് ഒരു കാറ് കാട്ടുന്നത്. അതിനുള്ളിലുള്ള നമ്മുടെ പുതിയ കഥാപാത്രമാണ്. അവൻ്റെ പേരാണ് കാരറ്റ് എന്നാണ്. അവൻ 1900 ഗെയിമിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. അവനിങ്ങനെ കാറിൽ കൂടെ അവൻ്റെ ഷോപ്പിൽ പോയിരുന്നു. അവൻ്റെ ഷോപ്പാണ് ഗെയിം ഓവർ വേൾഡ്. അതിനുള്ളിലാണ് ഇവന് കുറേ ഗെയിം പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഗെയിം ഓവർ വേൾഡ് അങ്ങനെയാണ് ഈ പേര്. ബട്ട് ഇവന്
അതിനുശേഷം അവൻ അവിടെ എത്തി, ലേലത്തിലെത്തി. അതിന് അവൻ്റെ കണ്ണുമ്പുറത്ത് അവന് കോസ്മോസ് എന്ന സാധനം കിട്ടി. അത് സാധനം കണ്ടതും അവനത് വാങ്ങണമെന്ന് തന്നെ നമ്മുടെ എത്ര വേണമെങ്കിലും വാങ്ങാൻ ഓണം പറഞ്ഞു. ബട്ട് ഈ സാധനമൊക്കെ സ്റ്റീവിൻ്റെ സാധനമായിരുന്നു. അതിനുശേഷം കോസ്മോസ് വാങ്ങി. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ക്യാരറ്റ് അത് തുറക്കാൻ നോക്കി. തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഓർമ്മം കിസ്സും അതിൻ്റെ താഴെ വീഴുകയായിരുന്നു. അതിനുശേഷം അവൻ അത് കണ്ടൊന്നുമില്ല. അതിനുശേഷം അത് കണ്ടതിന് ശേഷം അത് കടയിൽ കൊണ്ടുപോയി വെക്കാൻ അവൻ ശ്രമിച്ചു. അതിനുശേഷം ഒന്നുമില്ല പറഞ്ഞ് സങ്കടത്തിലൂടെ അവൻ പോയി. അവൻ കാറിലൊന്നും കൂടി പോയി. ക്യാരറ്റ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ ഒരു കഥാപാത്രം. അതിനുശേഷം പുതിയ കഥാപാത്രത്തിനെ കാട്ടുന്നുണ്ട്. അതിൽ പെണ്ണിൻ്റെ പേരും നെത്താര എന്നും ആണിൻ്റെ പേരും ഹെൻറി എന്നുമാണ്. അതിനുശേഷം അവരുടെ പുതിയൊരു വീട്ടിലേക്കാണ് അവർ വരുന്നത്. ആ വീട് ഇവർക്ക് കൊടുത്തത് വേറെ ആരുമല്ല, പേരറിയാത്തതുകൊണ്ട് ആൻറ്റിയാണ് ഇവർക്ക് കിട്ടിയത്. ആൻറ്റി അവർക്ക് വീടെല്ലാം കൊടുത്തും അവിടെ പോകുന്നതാണ്. ബട്ട് ആൻറ്റിക്ക് വേറെ ഒരു ബിസിനസ് ഉണ്ട്. കാരിയിലായിട്ട് കുറേ അനിമൽസിനെയൊക്കെ കാട്ടിക്കൊണ്ട് അത് കാട്ടുന്നതാണ് ഈ അമ്മൂമ്മൻ്റെ ജോലി. അതിനുശേഷം നെത്തറി ഹെൻറി അവൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഹെൻറി വെളിയിലെല്ലാം പോയിക്കാണ്ട് അവിടെ നമ്മുടെ ക്യാരറ്റിൻ്റെ സ്വന്തം ഗെയിമിങ് അവിടെ എത്തിയതിന് ശേഷം അവൻ അവിടെ ഇരുന്ന് അർബണും പിന്നെ എർച്ച് ഒക്കെ കാണാം. അതിനുശേഷം അവൻ കുറേ സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതത്തോടെ. അതിനുശേഷം അവൻ്റെ സ്കൂളാണ് അവൻ കാണുന്നത്. അവിടെ അവൻ നല്ലൊരു ഇൻ്റലിജൻ്റ് കുട്ടിയായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ഒരു മിസ്സായിട്ട് ഉള്ളൊരു ക്യാരക്ടറിനെയാണ് കാട്ടുന്നത്. അതിനുശേഷം അവൻ്റെ ക്ലാസ് റൂമാണ് കാട്ടിക്കുന്നത്. ക്ലാസ് റൂമിൽ ഒരു മാമൻ വന്ന് കണ്ട് അവർക്ക് ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ സ്വന്തം ഹെൻറി അങ്ങനെയൊന്നുമല്ല, നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബോയ് ആയിരുന്നു. അവന് അവിടെ ഉണ്ടാക്കുന്നത് വന്നിട്ട് സ്കെൽറ്റനിൽ ജെറ്റാണ് ഉണ്ടാക്കുന്നത്. അത് ബട്ട് പറത്തിക്കൊണ്ട് പോയി. ബട്ട് അവസാന നിമിഷം അത് എവിടേക്കെങ്കിലുമൊക്കെയോ പോയിക്കൊണ്ട് ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് പോയി വീണത്. അതിനുശേഷം ഒന്നും ആയില്ലെങ്കിലും അവനൊരു കുറ്റബോധം, ഞാൻ അവിടെ കമ്പനിയിൽ പോയി വീണു. അതിനുശേഷം മിസ്സ് പറയുന്നു നിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട കടയിലത്തെ ക്യാരക്ടറിനെയാണ് വിളിക്കുന്നത്. ക്യാരറ്റിനെ വിളിച്ചെങ്ങാണ് പറയുകയാണ് എനിക്ക് മാമനായിട്ടൊന്ന് അഭിനയിക്കാൻ പറ്റുമോയെന്ന്. അതിനുശേഷം ക്യാരറ്റ് പറഞ്ഞു ശരി, ജോലിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയില്ല ക്യാരറ്റ്. അപ്പോൾ അതിന് സമ്മതിച്ചെങ്ങാണ്ട് നാളെ വന്നു. മിസ് അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. ക്യാരക്ടറാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. അതിനുശേഷം കാണുന്നത് അവൻ്റെ സ്റ്റോറിലാണ്. വീണ്ടും അതിശയത്തോടെ അവൻ അവൻ്റെ ക്യൂബിക്കുമാണ് അവൻ കാണുന്നത്. അതിനുശേഷം അത് വെച്ച് ശക്തമായിട്ട് എന്തോ അവനെ വലിക്കുന്ന മാതിരി. അതിനുശേഷം നേരെ കാണുന്നത് നമ്മുടെ സ്റ്റീവൻ പോയ ഈ സ്ഥലത്തിലേക്കാണ്. തിരിച്ചു പോകുമ്പോൾ ആ ശബ്ദത്തിലൂടെ അവിടെ ഒരു ഡോറ് കണ്ടു. ഡോറ് കാണുമ്പോൾ അവിടെ ഒരു മൈൻക്രാഫ്റ്റ് എന്ന ഈ സ്ഥലത്തിൽ പോകാനുള്ള ഡോറായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും നെട്ടിത്തരിച്ചും കൊണ്ട് നിൽക്കായിരുന്നു. അതിനുശേഷം മറ്റേ ഹെൻറിനെ വലിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഹെൻറിനെ പിടിക്കാൻ നോക്കി. ബട്ട് നല്ല ബലത്തിലോടെ അങ്ങോട്ട് പോയി. അതിനുശേഷം അവന്മാരെല്ലാവരും കൂടി ആയതുകൊണ്ട് പോയി. അവിടെയാണ് മൈൻക്രാഫ്റ്റ് എന്നൊരു വേൾഡ് അവർ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുമ്പോഴാണ് അവിടെയുള്ള ഒരു മനുഷ്യന്മാരെയും എല്ലാവരുടെയും അവൻ കാണുന്നത്. അതിനുശേഷം നേരെ നമുക്ക് കാണുന്നത് വേറെ ഒന്നിനുമല്ല, അവിടുത്തെ ഹ്യൂമൻസിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. അതിനുശേഷം അവിടെ പിക്ലീസിനെയാണ് കാണുന്നത്. പിക്ലീസിനെ കണ്ടത് നമ്മുടെ സ്റ്റീവിൻ്റെ അടുത്തായി മഗ്ലോഷ് പറയുന്നുണ്ട് നീ ഇനി കൊണ്ടുവന്നാൽ മാത്രമേ നിൻ്റെ പട്ടിയായിട്ടുള്ള മംഗ്ലോഷ് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഡെന്നീസിനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് നീ ആർബൻ കൊണ്ടുവരണമെന്ന്. അത് കേട്ടതും മറ്റേ സ്റ്റീവൻ അത് എടുക്കാൻ വേണ്ടിയെങ്ങാണ്ട് അവൻ ഉറപ്പായി പോയിട്ട് ഞാൻ കൊണ്ടുവരാം, ഇല്ല വെച്ച് എന്നെ തീർത്തു പറഞ്ഞു. അതിനുശേഷം അവർ 4 പേരും കൂടി ഈ ഷിപ്പിനെയൊക്കെ കണ്ട് നമ്മുടെ തന്നെ ടെന്നീസ് അവിടെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ രാത്രി സ്കെൽറ്റനും എല്ലാ അനിമൽസും കൂടി ഇവനെ ആക്കാൻ വന്നു. അതിനുശേഷമാണ് നമ്മുടെ ക്യാരറ്റ് അതിൻ്റെ കുഴീൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അമ്മൂമ്മയും മറ്റേ ഹെൻറിയും ഇവരെല്ലാവരും കൂടി ഓടിപ്പോയി ഒരു മരത്തിൽ പോയപ്പോഴാണ് ഈ മരത്തിൻ്റെ ക്യൂബ് കുഞ്ഞായി മാറിയത്. അത് തൊട്ട് ഹെൻറി അതിനെ താഴേക്ക് ഇടുമ്പോഴാണ് അതൊരു മരമാകാൻ പോകുന്നത്. താഴെ ഒരു മരം അവിടെയില്ല. അത് കണ്ട് എല്ലാവരും അവിടെ ഒരു വീട് കെട്ടാൻ തുടങ്ങി. വീട് കെട്ടിയതോട് വലിയൊരു വീടാണ് അവർ എല്ലാവരും കൂടി കെട്ടിയത്. ബട്ട് ആ സ്കെൽറ്റൻ സ്പൈഡറെല്ലാം അവനെ ആക്രമിക്കാൻ വരുമ്പോൾ ആക്രമിക്കാനേ പറ്റിയില്ല. അതിനുശേഷം ക്യാരറ്റ് അവിടെ നിന്ന് ഓടിയങ്ങാണ്ട് എങ്ങനെയൊക്കെ വരുന്നു. താഴെ നിന്ന് അവന് കിട്ടിയത് ആർബനാണ്. അത് കണ്ടത് ഇവന് എന്താ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ മനുഷ്യൻ അത് എടുത്തുകൊണ്ടിട്ടു. അതിനുശേഷം അത് പൊട്ടി.
പൊട്ടിയതിന് ശേഷം വാതിൽ മെല്ലെ മെല്ലെ കിടന്നു തുടങ്ങി. അങ്ങനെ കിടന്നുപോയി. അതിന് ശേഷം നമ്മുടെ സ്വന്തം ക്യാരറ്റും ഹെൻറിയും എല്ലാം അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു. കാര്യം താഴത്തെ ഭാഗം ഫുള്ളായി ഈ ആനിമൽസ് എല്ലാവരും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇവരെല്ലാവരും പേടിച്ച് ചൊറ്റു പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സ്വന്തം സോംബീസ് എല്ലാവരും ഇവനെ ആക്രമിക്കാൻ വരാൻ തുടങ്ങിയത്. ആക്രമിക്കാൻ വരുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് നമ്മൾ കണ്ടത്. നോക്കുന്നു, സ്റ്റീവ് അതിൻ്റെ മുമ്പത്ത് വന്നെങ്ങാണ്ട് ഒരു നിൽക്കൽ. അതുകൊണ്ട് എല്ലാവർക്കും ആരവൻ അങ്ങനെ കളിക്കും. സോംബീസിനൊക്കെ ഇട്ടുകാട് തല്ലിയാണ് നമ്മുടെ സ്റ്റീവൻ. അതിനുശേഷം രാവിലെ ആയത് സോംബീസ് ബാക്കിയുള്ളവരെല്ലാവരും തീ കത്തി ചത്തുപോയി. അതിനുശേഷം നമ്മൾ കാണുന്നത് വന്നിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വേൾഡ്. ആൻഡ് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നിന്ന് എസ്കേപ്പായി പോയൊരു മൈൻക്രാഫ്റ്റ് ഹ്യൂമൻ വന്നുകൊണ്ട് വേൾഡിലെത്തിയത് അവനൊരു കാർ വന്നിടിച്ചു. നോക്കുന്നു, അത് വേറെ ആരോ അല്ല, ഹെൻറീൻ്റെ മിസ്സാണ്. മിസ്സ് വന്നുകൊണ്ട് സോറി അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ ഓടിച്ചതിനാക്കാം. അപ്പോഴാണ് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ലോകമാണ്. അപ്പോൾ സ്റ്റീവ് പറയുന്നുണ്ട്, ഇവിടെയുള്ള ആരെയും ആക്രമിക്കാണ്ടിരുന്നു വെച്ചാൽ നിങ്ങളെയും ആരും ആക്രമിക്കില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇല്ല വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരും നിന്നെ കൊല്ലും. അപ്പോഴാണ് നമ്മുടെ ഹെൻറി ശ്രദ്ധിക്കുന്നത് ഏതൊരു അയൺമാൻ പറഞ്ഞാൽ അങ്ങനത്തെ അയൺമാൻ അല്ല കേട്ടോ, ഇതൊരു അവിടുത്തെ ഒരു അയൺമാൻ. അത് കണ്ടത് ഇവർ ആക്രമിക്കില്ലേ ചോദിച്ചു. അതിനുശേഷം നമ്മുടെ സ്റ്റീവ് പറയാണ്, ഇത് നമ്മളെയൊന്നും ആക്രമിക്കില്ല, നമ്മൾ ആക്രമിച്ച് ഈ വില്ലേജിന് എന്തെങ്കിലും പറ്റി വെച്ചാൽ നമ്മളത് തീർത്ത് കളയും. അത് ആലോചിച്ചെങ്ങാണ് അവിടെയുള്ള എല്ലാവരും അന്തം വിട്ടുപോയി. ബാക്കിൽ കോഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ ചിക്കനുള്ള ഒരു കടയാണ് കാട്ടുന്നത്. ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ലാവൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കണ്ട് ചിക്കൻ മോശം അത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു കണ്ട് ക്യാരറ്റൊക്കെ തിന്നണം കണ്ടു. അതിനുശേഷം വീണ്ടും പിക്ലീസിൻ്റെ വേർഡാണ് കാണുന്നത്. വേർഡിൽ മംഗ്ലോഷ് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള ഏറ്റവും ഇത്തിരി കൂടി പവർ പേഴ്സിനെ അയക്കായിരുന്നു. അവൻ്റെ പേരാണ് ജിക്കസ്. അതിനുശേഷം നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ് കണ്ടുപിടിച്ചു. ആ വേൾഡിൽ നമ്മുടെ അവൻ്റെ സ്റ്റോറായിട്ടുള്ള സാധനങ്ങളാണ് കാട്ടുന്നത്. വേറെ ഒന്നുമല്ല, അത് TNT ആണ്. ഈ എന്ത് വേണമെങ്കിലും നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ TNT. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പറക്കാനുള്ള ഫയർ ട്രാക്സ്. അതിനുശേഷം കാട്ടുന്നത് വന്നിട്ട് വേറെ ഒന്നുമല്ല, പറക്കാനായിട്ടുള്ള ഒരു ഷൂ. അതിനുശേഷം ഏറ്റവും വില കൂടിയായിട്ടുള്ള ഡയമണ്ട് സ്യൂട്ട്. പിന്നെ അടുത്തത് കാട്ടുന്നത് വന്നിട്ട് വാളുകളുടെയാണ്. ഇതെല്ലാം കണ്ടു ധരിച്ച് നിൽക്കുന്ന നമ്മുടെ കൂട്ട് തന്നെയാണ് കാട്ടുന്നത്. ഇവരെല്ലാവരും ഇതിനൊക്കെ നോക്കി. അതിനുശേഷം അവരെല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് ഈ നമ്മുടെ സ്വന്തം ക്യാരറ്റിന് ഒരു സാധനം കിട്ടുന്നത്. വേറൊന്നുമല്ല. അതിനുശേഷം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെൻറി, ക്യാരറ്റ്, സ്റ്റീവ് ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല, വേറെ എന്താണ്. അതിനുശേഷം ക്യാരറ്റ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു മൈൻഡ് ബോൾ പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ഇതാണ് ആകെ ഒന്നേ ഈ ഇവിടെയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചപ്പോൾ സ്റ്റീവ് പറയുകയാണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ ടെലിപ്പോർട്ട് ആകാൻ പറ്റും. ടെലിപ്പോർട്ട് മീൻസ് ഇപ്പോൾ ഈ ബോൾ ബാക്കിൽ എറിഞ്ഞു വെച്ചോ, അവനെ ബാക്കിപ്പോൾ കഴിഞ്ഞു, ഇനി ഒന്നേ ഉള്ളൂ, ഇനി ബാക്കിയൊന്നുമില്ല പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം സ്റ്റീവ് പറയാണ്, ഇതൊന്നേ ഉള്ളൂ, ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുശേഷം വേറെ എന്തോ സാധനമാണ്, മരത്തടികളെന്തോ ഉണ്ട്. അതിന് വേറെ വേറെ രീതിയിൽ വെച്ചാൽ നമുക്ക് വേറെ വേറെ സാധനങ്ങളെല്ലാം കിട്ടും. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അത് മാറ്റിവെച്ചത് ഒരു കത്തിനെയാണ് നമ്മൾ രൂപപ്പെട്ടത് മാത്രമല്ല വൈബാണ് കത്തി. അതിനുശേഷം നമ്മുടെ ഹെൻറിക്ക് അത്ഭുതപ്പെട്ട് കേട്ടോ ഹെൻറിയെ ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ അവന് ഹോൺ എന്തോ കിട്ടി. അതിനുശേഷം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് അമ്മയും അതിനുശേഷം നമ്മുടെ സ്വന്തം നെതാറിനെയാണ് കാട്ടുന്നത്. നെതാർ അതിനെക്കാട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം പിക്ലീസൊക്കെ വരാൻ തുടങ്ങി. പിക്ലീസ് എല്ലാം വരാൻ തുടങ്ങി ആക്രമിക്കുമ്പോഴാണ് സാധനങ്ങളെല്ലാം പൊട്ടി പോകുന്നത്. അതിനുശേഷം നമ്മുടെ പിക്ലീസിൻ്റെ മെയിൻ ആക്രമണമായിട്ടുള്ള ഫയർ ബോളെല്ലാം തെറിപ്പിക്കാൻ നോക്കി. അതിനുശേഷം നെതാറയും ഗ്രാൻഡ്മയും കൂടി എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏതോ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ കൂടി ഇവരെല്ലാവരും പോയി കണ്ട് നിൽക്കുകയാണ്. പിക്ലീസിന് ഇവയല്ല എന്ന ഉറപ്പത്തിലാണ് അവർ നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവരെല്ലാവരും ഒരു വുഡ്ലാൻഡിൽ പോകണം. അതിൻ്റെ സാധനം കാര്യവേ വേറെ ഒന്നുമല്ല, വുഡ്ലാൻഡിൽ പോയി വെച്ചാൽ വുഡ്ലാൻഡിൽ പോയാൽ തന്നെ ഇവർക്ക് വേറെ പൊട്ടിപ്പോയ ഉറപ്പം കിട്ടുള്ളൂ. അതിനുശേഷം ഇവർ ഫ്ലൈയിങ് എന്തൊക്കെയോ വിങ്സ് ആക്കുന്നു. ബട്ട് രണ്ടുപേർക്കും അത് കൊടുത്തതിന് ശേഷം സ്റ്റീവിന് അതില്ല. സ്റ്റീവ് ഒറ്റ ചാട്ടം. അതിനുശേഷം ക്യാരറ്റിൻ്റെ മേലെ ആവണത്. ക്യാരറ്റിൻ്റെ വെയിറ്റ് താങ്ങാണ്ട് അവൻ എക്സ്പ്രഷനൊക്കെ ഉണ്ടായാലും ഇന്നാലും സഹിച്ചും കണ്ട് പോകണം. അപ്പം തന്നെ നമ്മുടെ സ്വന്തം പിഗ്ലീസ് എല്ലാം അവിടെ വന്നും കണ്ട് ആപ്രിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആയി കണ്ട് വുഡ്ലാൻഡിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് പിഗ്ലീസിൻ്റെ ഏതാവ് ഒരുത്തനെ കാട്ടുന്നത്.
ഈ പിഗ്ലിസുകളിലെ ഏറ്റവും പവർഫുള്ളാണ്. ഇവൻ്റെ പേരാണ് ഗ്രേറ്റ് വോങ് എന്നാണ്. എല്ലാവരും ഫ്രീ ഫയർ കളിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം നെതാറിനെ നമ്മുടെ സ്വന്തം ഗ്രാൻഡ്മ ഗ്രാൻഡ്മിയെ അവനെയൊക്കെ തേടിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം ഹെൻറി, സ്റ്റീവ്, ക്യാരറ്റ് ഇവനെയൊക്കെ തേടിക്കൊണ്ട് പോകണം. അപ്പോഴാണ് അവൻ്റെ കണ്ണും പുറത്തുപെട്ട ഒരു വൂൾഫിനെ കാണുന്നത്. വൂൾഫിനെ പോയതും കണ്ടതും ഇവരെല്ലാം പേടിച്ച് നോക്കുകയാണ്. സംഭവം വൂൾഫ് കഴിച്ചാൽ മരിക്കുമല്ലോ. അതിനുശേഷം അവിടെ നിന്ന് ഒരു കല്ല് എന്തോ സ്കെൽറ്റൻ എന്തോ കൊടുത്തു. അത് കൊടുത്തതും അവർക്ക് ലവ്. അതിനുശേഷം അവിടെ ഒരു ബോർഡ് കണ്ടു, അറിയാറുമില്ല, ടെന്നീസ്. അത് കഴിഞ്ഞ് ടെന്നീസിനെ കണ്ടത് ഇവർ നേരെ തേടാൻ പോയത് സ്റ്റീവിനെയാണ്. സ്റ്റീവും കൂട്ടരും എവിടേക്കോ പോയിപ്പെട്ടിരിക്കുകയാണ് ഒരു ഗുഹൻ്റെ ഉള്ളിൽ. ഗുഹൻ്റെ ഉള്ളിൽ പോയതും അവർക്ക് ഈ ഗുഹൻ്റെ പേര് കിട്ടി. റെഡ് സ്റ്റോൺ എന്നാണ് ഈ ഗുഹൻ്റെ പേര്. ഈ റെഡ് സ്റ്റോൺ കാണുന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത് സ്റ്റീവ്. അതിനുശേഷം സ്റ്റീവ് അതിൻ്റെ ഉള്ളിലെല്ലാം പോയി നോക്കി. നല്ല സുന്ദരമായ ഒരു ലോകം എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ സ്വന്തം ഹെൻറി അറിയാണ്ടൊരു കാലം അവിടെ വെച്ചു. അതിനുശേഷം ഏതൊക്കെയോ സാധനങ്ങൾ വന്നു കണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ നടുവിലൊക്കെ വീഴാണ്. ക്യാരറ്റ് അതെല്ലാം കണ്ട് ഓടി 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 എവിടേക്കൊക്കെയോ പോകുകയാണ്. എത്തിയത് ശരി സമാധാനം കയ്യിൽ പറയുമ്പോഴാണ് ഒരു ജമ്പിങ് സാധനം വന്ന് കണ്ട് ഇവന് മരിച്ചത്. അത് കണ്ടത് തെറിച്ചും കണ്ട് പോയി കണ്ട് ഒരു ലിവറി പിടിച്ചത് നോക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുമ്പുറത്ത് കാണുന്നത് കുറേ ഡയമണ്ട്സ്. ഈ ഡയമണ്ട്സ് എല്ലാം കണ്ടത് ക്യാരറ്റ് ഇതിനാണല്ലോ വന്നത്. ക്യാരറ്റ് അതിനെയൊക്കെ എടുത്തുകൊണ്ട് എവിടേക്കോ വയ്ക്കുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് പോയത് കാണുന്നത്. നോക്കുന്നു പറയാനുമല്ല, ഗ്രേറ്റ് വോങ്. അതറിഞ്ഞ സ്റ്റീവ് എല്ലാം കൂടി ഓട്ടം. എവിടെയെങ്കിലും ഓടണം. നോക്കുന്നു ട്രെയിൻ പാലം, അവിടെ ഒരു സാധനം കിട്ടി. അങ്ങനെ ഉന്തി കണ്ട് അവർ പോകുമ്പോഴാണ് ഈ റെഡ് സ്റ്റോണിൽ കൂടെ ഇത് നീങ്ങുന്നറിഞ്ഞത് ഇവർ 110 എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അതിന് ശേഷം പോക്കാണ്ട് എല്ലാവരും വരച്ചു നോക്കുന്നു. കഴിഞ്ഞു, റെഡ് സ്റ്റോൺ കഴിഞ്ഞു. അതിനുശേഷം ഇവരെത്തിക്കുന്നു വന്നിട്ട് ഒരു സോംബി പോലെ ഏതൊരു ജന്തു. ജന്തുവിൻ്റെ അടുത്ത് പോയി കണ്ട് ഇവർ എന്തൊക്കെയാണ് നടക്കണേ മനസ്സിലായില്ല. അപ്പോഴാണ് ഗ്രേറ്റ് വോങ് വന്നത്. ഇനി സമാധാനമില്ലല്ലോ. ക്യാരറ്റിനെ കൊണ്ട് ഉന്താൻ പറഞ്ഞു. റെഡ് സ്റ്റോൺ തൊട്ടടുത്ത് കാണുന്നുണ്ട് പറഞ്ഞു ഒരൊറ്റൊരുന്ത്. അവിടെ പോയതും റെഡ് സ്റ്റോണിൽ എത്തിയതും അവർ രക്ഷപ്പെട്ടില്ലാന്ന് ആലോചിച്ചും കണ്ട് പോയിരുന്നു. അപ്പോഴേക്ക് റെഡ് സ്റ്റോൺ എത്തിയതും പോയി 110 പോയി കാണി നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലെത്തി. അതിനുശേഷമാണ് കാണുന്നത് നമ്മുടെ സ്വന്തം വുഡ്ലാൻഡ് എത്തി എന്നാണ് സ്റ്റീവ് പറയുന്നത്. ഇതാണ് വുഡ്ലാൻഡ്. സ്റ്റോറസ് പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ഫ്ലോറിൽ വന്നിട്ട് സ്റ്റോറസ് പറഞ്ഞിട്ടുള്ളവരാണ്. അവരത്ര പ്രതികാരമൊന്നുമല്ല. അവൻ്റെ അടുത്ത് ആക്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്ലോറിൽ വന്നിട്ട് വെങ് പറഞ്ഞിട്ട് ഒരുത്തനാണ്. അവൻ്റെയും കുഴപ്പമൊന്നുമില്ല. ബട്ട് തേർഡ് ഫ്ലോറിലാണ് എൻഡ് ക്രഷർ ഉള്ളത്. അവിടെ പോകുന്നത് വെച്ചാൽ വളരെ ആപത്താണ്. അവൻ്റെ ഉൾപ്പേരാണ് സ്പൈഡർമാൻ. അവൻ്റെ അടുത്തെല്ലാം പോയി വെച്ചാൽ നമുക്ക് നല്ല ആപത്താണ്. അതിനുശേഷം ഇവർ മൂന്ന് ഗ്രൂപ്പായി. സ്റ്റീവ് രണ്ടാമത്തെയും, ക്യാരറ്റ് ഒന്നാമത്തെയും, അതിനുശേഷം ഹെൻറി തേർഡും പോകുന്നു. ബട്ട് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി വന്നിട്ട് നമ്മുടെ സ്വന്തം സ്റ്റീവാണ്. അതിനുശേഷം ഹെൻറി മൂന്നാമത്തെ സ്റ്റേജിലൊക്കെ പോയി കണ്ട് അവിടെ എടുത്ത ക്രിസ്റ്റലെല്ലാം എടുത്തും കണ്ട് റെഡിയായി നിന്നു. അപ്പോഴേക്കും നമ്മൾ തോന്നുന്ന ഡെത്ത് അവനെത്തിയതും അവൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരറ്റും നെത്താറയും ഇതിനൊക്കെ കാട്ടി. ബട്ട് അതൊന്നും കാര്യമാക്കാണ്ട് അവൻ ആക്സും വെച്ച് നമ്മുടെ സ്വന്തം നൈറ്റ്മാനൊക്കെ കൊല്ലുകയായിരുന്നു. കൊന്നതും അവൻ അവിടെ ഒരു നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യാനായി ബോളും കിട്ടി. അത് കിട്ടിയ സന്തോഷത്തോടെ ഇവൻ ഇങ്ങനെ ഓടിയും പോവായിരുന്നു. ഓടി അവിടെ ഒന്നാമത്തെ എല്ലാം ഫ്ലോറിൽ കഴിഞ്ഞ് പോകുമ്പോഴാണ് അയ്യടോ പറഞ്ഞങ്ങാണ്ട് ഒരു പ്രശ്നം കൂടി വന്നത്. വേറെ ഒന്നുമില്ല, പിഗ്ലീസ് വന്നു. പിഗ്ലീസിൻ്റെ ഫുൾ TNT ആണ്. അതിനുശേഷം അതും വെച്ച് ആക്രമിക്കാൻ ഇവർ വന്നു. ആക്രമിച്ചാൽ ഇവർ പോരാടാൻ റെഡിയായിരുന്നു. ബട്ട് പോരാടാൻ റെഡിയാകുമ്പോഴേക്കും നമ്മുടെ സ്വന്തം ഹെൻറി അവിടെ നിന്ന് ചാടിയും കണ്ട് അവിടെയുള്ള നമ്മുടെ സ്വന്തം പിഗ്ലീസിനെയൊക്കെ കൊന്നും കണ്ട് അതിൻ്റെ പാരഷൂട്ട് പോലെയുള്ള സാധനത്തിൽ ചാടി. അതുകൊണ്ട് സ്റ്റീവുമായി അവിടെയുള്ള ഒരു പന്നി മൊത്തം പോയി ചാടിയും പോയി. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് പെട്ടു എന്ന് വിചാരിച്ചു. അങ്ങനെ TNT ഉള്ളതെല്ലാം അവൻ്റെ മേലേക്ക് വലിച്ചെറിഞ്ഞാണ്ട് അവർ പൊട്ടിക്കാൻ നോക്കി. ബട്ട് ക്യാരറ്റ് വിട്ടുകൊടുക്കുമോ? അവൻ ഗെയിമിങ് കളിക്കുന്ന മാതിരി അവനെയൊക്കെ ഇട്ടിച്ചും പൊട്ടിച്ചു. ബട്ട് നമ്മുടെ സ്വന്തം പാരഷൂട്ടാണെങ്കിൽ പറക്കണോ എവിടേക്കോ മരത്തിൽ തട്ടിയും ഇവർ രണ്ടുപേരും എത്തിയത് വേറെ എവിടെയുമല്ല. കണ്ണുരിക്കുന്നു നോക്കണു. നമ്മുടെ സ്വന്തം സ്റ്റീവ് വേറെ ഹൗസിൽ പെട്ടിരുന്നു. ഹൗസിൽ അവൻ ടെന്നീസിനെ കണ്ടതും അവന് സന്തോഷത്തോടെ അവനെ കെട്ടിയെല്ലാം പിടിച്ചു. അതിനുശേഷം നമ്മൾ സ്വന്തം മഗ്ലോഷിനെ കാട്ടുന്നത്. മഗ്ലോഷാണെങ്കിൽ ദേഷ്യത്തോടെ ഒരു
സ്ഥലത്ത് പോയിങ്ങാണ്ട് ഇതിനെ വെക്കുകയായിരുന്നു. ഇവിടെ വെച്ചത് ഒരേ ഒരു പൊട്ടിത്തെറി. ബട്ട് പൊട്ടിത്തെറി ഇവിടെ ഈ മൈൻക്രാഫ്റ്റ് ഭൂമി ഫുൾ ഇരുട്ടായിപ്പോയി. ഇരുട്ടിൽ അങ്ങനെ പിന്നെ പിഗ്ലീസിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിഗ്ലീസാണെങ്കിൽ ഇവിടെ എല്ലാം ഭരിക്കാൻ തുടങ്ങി. അത് കേട്ട് സ്റ്റീവിന് നല്ല ദേഷ്യം വന്നു. സ്റ്റീവ് ദേഷ്യപ്പെട്ട് എൻ്റെ വേൾഡ് ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയില്ല പറഞ്ഞു കണ്ട പോരാടുന്നു. ഇവരെല്ലാവരും പോരാടുന്നു പോയി. മഗ്ലോഷിൻ്റെ ടീം അവിടെയൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കുറേ പന്നികളെയൊക്കെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. വെറുതെ ഇരിക്കുക. സ്റ്റീവ് അവൻ്റെ അയൺമാനെയൊക്കെ തെറിപ്പിച്ചതാണ്. അവിടെയുള്ള പകുതി മുക്കാൽ എല്ലാവരും തീർത്തു. ഡയമണ്ട്സ് ഇട്ടിട്ടെങ്ങാണ്ട് ചെക്കൻ കളറായി വന്നുകൊണ്ട് ഇറങ്ങിങ്ങാണ്ട് അവിടെയുള്ള ബ്ലോക്കിൽ കൂടിയെല്ലാം ചാടി മിന്നൽ പോലെ പോയിങ്ങാണ്ട് ഒരൊറ്റൊരടി. ബട്ട് മഗ്ലോഷിൻ്റെ അടുത്തെത്തിയില്ല കേട്ടോ, അതിന് മുമ്പേ പോയി. അതിനുശേഷം മുമ്പ് പോയതും മഗ്ലോഷ് അവൻ്റെ സ്യൂട്ടിനെയൊക്കെ പൊട്ടിച്ചു. പിന്നെ ഹെൻറി നെത്താറിനെയോ കണ്ടു. നെത്താറ പിന്നെ അവർ രണ്ടുപേരും അതിൻ്റെ മേലേക്ക് ചാടാൻ. അപ്പോഴാണ് ഓർമ്മ തന്നെ ടെലിപ്പോർട്ട് ബോളും പിന്നെ പി പറഞ്ഞ സാധനത്തിനും തൂക്കിയെറിഞ്ഞു കണ്ട് അവിടെ പോയി കണ്ടുപിട്ടു. അവിടെ പോയതും അവിടെ ടെലിപ്പോർട്ടായി അതിനെ അവൻ തൊടാൻ നോക്കി. ബട്ട് എത്തിയില്ല. വാക്സിൻ വെച്ച് നമ്മുടെ സ്വന്തം പിഗ്ലീസായി പൊട്ടിക്കാൻ നോക്കി. നമ്മുടെ ഹെൻറി താഴെ വീണില്ല എന്ന നിലയിലാണ്. കഴിക്കുമ്പോഴാണ് പാരാഷൂട്ടിൽ അവൻ ചാടിപ്പിടിച്ച് നമ്മുടെ ക്യാരറ്റായിരുന്നു അത്. അതിനുശേഷം തീയെല്ലാം ഇട്ടുങ്ങാണ്ട് നേരെ അവനെ ആക്രമിക്കാൻ തുടങ്ങി ബിൽഡിങ്. അതിനുശേഷം ഓർബ് താഴെ വീണു. അതിനുശേഷം അവിടെ ഫുൾ പിഗ്ലീസിനെ രാവിലെയാണ് പിടിക്കില്ല. അതൊക്കെ കത്തിയും കണ്ട് താഴെപ്പോയി. പിന്നെ നമ്മുടെ സ്വന്തം മഗ്ലോഷിന് ക്ഷീണമായി. അതിന് പിന്നെ സിമ്പിളാണല്ലോ സ്റ്റീവിന് പൊട്ടിക്കാൻ. ഒരു കത്തി കൊടുത്തുകൊണ്ട് ഒരു ഏറ്. അതിനുശേഷം മഗ്ലോഷ് അവിടെ കടന്നു. അവിടെ 2 പന്നികൾ ഇരുന്നു. അതുവഴി മാത്രം എങ്ങനെ ജീവിച്ചു എന്നാണ്. ബട്ട് സ്റ്റീവ് അവിടെയെല്ലാം എൻജോയ് ലൈഫ് വെച്ചു. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ ഭൂമിയിലേക്ക് പെട്ടെന്ന് പോകാൻ നോക്കി. ഹെൻറി ആൻഡ് ക്യാരറ്റ് ഇവരെ 3 പേരും പോയി. ബട്ട് സ്റ്റീവ് മാത്രം പോയില്ല. ബട്ട് അവരെല്ലാവരും മോട്ടിവേഷൻ കൊടുത്തു. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്താ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരും പോയി. ഇപ്പോൾ നമ്മുടെ സ്വന്തം ഗെയിമിംഗ് മച്ചാൻ്റെ കടയിൽ ഫുള്ളും കച്ചവടമുണ്ട്. പിന്നെ സ്റ്റീവും ക്യാരറ്റും അവിടെ അടുപ്പിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹെൻറി വന്നിട്ട് പുതിയ ഗെയിമൊക്കെ കണ്ടുപിടിച്ച്. പിന്നെ നമ്മുടെ സ്വന്തം അമ്മൂമ്മ വന്നിട്ട് പുതിയ ടെന്നീസ് എന്നൊരു കടയും തുടങ്ങി. വൈബ് കഥ അല്ലേ. അതിനുശേഷം നമ്മൾ സ്വന്തം നെയ്ത്താറ വന്നിട്ട് പന്നികളെ കൊല്ലുന്ന എന്തൊക്കെയോ പറയുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ഹെൻറി ഇപ്പം ജെറ്റ് പാക്കൊക്കെ കറക്റ്റായി പഠിച്ചൊക്കെ തുടങ്ങുന്നു. അതിനുശേഷം അവനെല്ലാവരും കൈയെല്ലാം കൊടുത്തുങ്ങാണ്ട് അവനെ സ്കൂളിലൊക്കെ പോയി നിന്നു. അതിനുശേഷം നമ്മുടെ മിസ് ഇപ്പോൾ അതിൻ്റെ ഭർത്താവിനെയൊക്കെ ഒഴിച്ചെങ്ങാണ്ട് ഇപ്പോൾ ഇവൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. മിസ് ഇവൻ്റെ കൂടെ എൻജോയ് ചെയ്തു. ബട്ട് അവന് സംസാരിക്കാൻ അറിയില്ലല്ലോ. ബട്ട് ഈ മിസ് വന്ന് കാണാൻ അവന് സംസാരിക്കാനും എല്ലാം പഠിപ്പിച്ചങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സ്റ്റീവിനെ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ പോകും വരും. അങ്ങനെ